ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് വീഡിയോയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാടിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ചേർത്തലയിൽ നിന്ന് പാലക്കാടിലേക്കുള്ള ധൻബാദ് എക്സ്പ്രസ്സിന് കയറി അതിമനോഹരമായ ഒരു സൂര്യ ഉദയം ഞങ്ങൾ കണ്ടുകൊണ്ട് തന്നെ യാത്ര ആരംഭിച്ചു. പോകുന്ന വഴി തന്നെ നല്ല മനോഹരമായ വ്യൂ ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിറയെ പക്ഷികളുടെ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടു. ട്രെയിൻ അവിടെ കുറച്ച് നേരം നിർത്തിയിട്ടു. നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. നിറയെ കൊക്കുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ കുറച്ച് നേരം ആ വ്യൂ ഒക്കെ കണ്ട് ഇരുന്നു. നല്ല ക്ലൈമറ്റ് എന്തായാലും ചൂടായത് കാരണം ഞങ്ങൾ AC കമ്പാർട്ട്മെൻറ്റിലാണ് ബുക്ക് ചെയ്ത് പോയത്. എന്തായാലും നല്ല അധികം റഷൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ബെറ്റർ നമ്മൾ AC തന്നെ ബുക്ക് ചെയ്ത് പോകുന്നതാണ്. കാരണം ഈ ലോക്കലൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ ഗ്ലാസ്സിൽ കുറച്ച് ഇതായതാണ് ഞങ്ങൾ പുറത്ത് പോയി നിന്നിട്ടാണ് എടുത്തത്. ട്രെയിൻ എന്തായാലും കുറച്ച് നേരം നിർത്തിയിട്ടുണ്ട് തന്നെ നല്ല ഭംഗിക്ക് നമുക്ക് എടുക്കാൻ പറ്റി. നല്ല രസമായിരുന്നു. വൈറ്റ് കൊക്കുകളെല്ലാം പറന്ന് പോകുന്നതും അവിടെ ഇരിക്കുന്നതൊക്കെ കാണാൻ ഒത്തിരി ഉണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങളത് ആസ്വദിച്ചു. അതേ ട്രെയിൻ എടുത്തു. ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. അതിനിടയ്ക്ക് തന്നെ മിഹു എഴുന്നേറ്റു. മിഹുവിൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്. അവൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. അവളെ മാമോദിസ കഴിഞ്ഞതിന് ശേഷം അവൾ ആദ്യത്തെ ട്രിപ്പാണ്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പാലക്കാട് എത്തിയിട്ടുണ്ട്. നിറയെ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളൊക്കെ കാണാൻ പോകുന്ന വഴിക്ക് ഒത്തിരിയൊക്കെ നല്ല ഭംഗിയുണ്ട്. പാലക്കാട് സ്റ്റേഷനിലെത്തി. ഞങ്ങളത് ആൻറ്റീനെ കാണാനാണ് പോയത്. അവിടെ ഞങ്ങൾ ആൻറ്റിയും ആൻറ്റിയുടെ 2 ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ മലമ്പുഴയിലെത്തിയിട്ടുണ്ട്. അപ്പം അവിടെ എൻട്രി ഉണ്ടായിരുന്നു. 25 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ്. അപ്പം ഞങ്ങൾ എല്ലാവർക്കും ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്തേക്ക് കയറി. നല്ല ഒരു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു അവിടെ. അപ്പം നല്ല ഭംഗിയുള്ള ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. രണ്ടാഴ്ച കഴിഞ്ഞില്ലേ അതിൻ്റെതായ കുറവ്. എൻട്രിയിൽ തന്നെ നല്ലൊരു ബട്ടർഫ്ലൈയുടെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. അപ്പോൾ ഞങ്ങളും അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നപ്പോഴേക്കും അതിലൂടെ ഒരു ഒത്തിരി ചിത്രശലഭങ്ങളുടെ സ്റ്റാച്യൂസൊക്കെ ഉണ്ടായിരുന്നു. നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ബോഗൺവില്ലയുടെ തന്നെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മുമ്പിലേക്ക് നടന്നപ്പോഴേക്കും കണ്ടത് കൃഷ്ണൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. കാളിയമർദ്ദനാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ
ഡാമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു പോയി. എന്നാൽ അവിടെ ഒത്തിരി 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 നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഫ്ലവേഴ്സ് കൊണ്ട് ഒത്തിരി ഇതൊക്കെ ഡെക്കറേഷൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഡാമിൽ കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ബോട്ടിങ്, റോപ്പ് വേ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ പോകുന്നവരൊക്കെ അതിന് കയറാൻ നോക്കുക. നല്ല അടിപൊളി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. നല്ലൊരു വ്യൂ കിട്ടും നമുക്ക്. മലമ്പുഴ ഡാമും ഗാർഡനൊക്കെ നമുക്ക് നല്ലതുപോലെ കാണാൻ പറ്റും ഈ റോപ്പ് വേയിലേക്ക് കയറി കഴിഞ്ഞാൽ. അപ്പോൾ ആരും അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒത്തിരി സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ടൈമിനൊക്കെ നമുക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും സ്കൂളിനായിട്ടാണെങ്കിലും പോകാൻ പറ്റിയ സ്ഥലമാണ് മലമ്പുഴ ഡാം. ഇത് മലമ്പുഴയിൽ നിന്ന് പോകുന്ന ഒരു ചെറിയൊരു ഷട്ടർ തുറന്ന് നമുക്ക് പുറത്തേക്ക് പാലക്കാടിലേക്ക് വിടുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമ്മുടെ ഞങ്ങൾ ടയേർഡായപ്പോൾ അവിടെ വിശ്രമിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇനി അതിന് ശേഷം മുകളിലേക്ക് കയറണം, എന്നാലേ നമുക്ക് ഡാം കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഡാം കയറിയിട്ടുണ്ട്. അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഡാം. അപ്പോൾ അത്രയും വെള്ളമൊന്നും ഇല്ല, പക്ഷേ ഇനി മഴക്കാലമൊക്കെ ആകുമ്പോൾ നല്ല വെള്ളമാകും. അപ്പോൾ ഈ ടൈമിലൊക്കെ നമുക്ക് പോകാൻ പറ്റിയ ടൈമാണ്. അധികം ചൂടൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ്. ചില സിമി മിഹുവിനടുത്ത് നടക്കുകയാണ്. അവരും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. കാഴ്ചയൊക്കെ കണ്ട് നല്ല ഹാപ്പിയാണ്. ഇപ്പോൾ ഡാമിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങും റോപ്പ് വേ ഒക്കെ കാണാം. നിയർ ഒരു ടെമ്പിളിൽ നല്ല ഒരു സോങ് ഉണ്ട്. അയ്യപ്പൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു അമ്പലമുണ്ട് അടുത്ത് തന്നെ. അപ്പോൾ വരുന്നവർക്ക് അവിടെയും കയറി നമുക്ക് അതും കാണാം. ഡാമിൽ കൂടെ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് നല്ല മനോഹരമായാണ് കാണുന്നത്. മൊത്തം മൂടൽമഞ്ഞായി മൂടിയ ഒരു നല്ല ഭംഗിയാണ്. നമുക്കത് കണ്ട് തന്നെ നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. നല്ല ഭംഗിയാണ് കാണാൻ. ഫുള്ള് ആ ഡാമിന് ചുറ്റും മലയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പം ഒത്തിരി സ്കൂൾ കുട്ടികളും ടീച്ചേഴ്സും ഒത്തിരി ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് മലമ്പുഴ ഡാം വിസിറ്റ് ചെയ്യാൻ മാക്സിമം നോക്കുക.
കാരണം ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അതും അവർ മേക്ക് ചെയ്തതാണ് കേട്ടോ, നാച്ചുറലായിട്ടുള്ളതല്ല, പക്ഷെ അത് നല്ല ഭംഗിയാണ്. പിന്നെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ, അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ അതേ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ വിട്ടുപോയൊരു സാധനം മലമ്പുഴ യക്ഷി, അതുകൊണ്ട് അതിൻ്റെ സ്റ്റാച്ചു ഉണ്ട് ഇവിടെ കാണാൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. തീർന്നിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. ഇനി സെക്കൻഡ് ഡേ ഞങ്ങൾ മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡിൽ ഞങ്ങൾ പോകുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ഫുള്ള് മലകളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ടിൽ ദാൻ ലിസ്റ്റോ ബ്ലോഗ്. താങ്ക് യു. ഏതാണ്